അപ്പൊ നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യം ഉണ്ടാവുന്ന അറിയും? ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങൾ ഞാൻ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ദാരിദ്ര്യം ഉണ്ടാകുന്ന 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാ നമ്മൾ ശ്രദ്ധിക്കാത്ത 5 കാര്യങ്ങളാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ദാരിദ്ര്യം മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ദാരിദ്ര്യമുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമെന്ത്? ദാരിദ്ര്യമുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമെന്ത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉറക്കം അധികരിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന് ഉറക്കം അധികരിച്ചു കഴിഞ്ഞ, രാവും പകലിലും ഉറക്കമാണ്. 8 മണിക്ക് കയറി കിടന്നു കഴിഞ്ഞ രാവിലെ 8 മണിയായാലും അവൻ എഴുന്നേൽക്കാറില്ല, സുബഹി നിസ്കരിക്കാറില്ല. 8 മണി വരെ 10 മണി വരെ കിടന്നുറങ്ങുന്നത്, എപ്പോഴും കിടന്നുറങ്ങുന്ന മനുഷ്യ, നിന്റെ ദാരിദ്ര്യം നിന്റെ കൂട്ടുകാരനാ. ദാരിദ്ര്യം നിന്റെ കൂടപ്പുറപ്പിനെ പോലെ നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം, അധികമായി ഉറങ്ങുന്നവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദാരിദ്ര്യമുണ്ടാകുന്ന രണ്ടാമത്തെ കാര്യമെന്ത്? എന്റെ പ്രിയപ്പെട്ടവര്, ഉറങ്ങുന്ന സമയത്ത് നഗ്നരായി ഉറങ്ങുന്നവരുണ്ടല്ലോ, വസ്ത്രം ധരിക്കാതെ ഉറങ്ങുന്നവരുണ്ടല്ലോ, ഔറത്ത് മറയ്ക്കാതെ ആരെങ്കിലും കിടന്നുറങ്ങിയ അവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പാതിരാത്രിയിൽ വീട്ടിലാരുമില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ടവര്, വസ്ത്രങ്ങൾ മുഴുവനും മൂടിക്കളഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ഔറത്ത് മറച്ചിട്ടില്ല. മുട്ടിന്റെ മുകളിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പാതിരാത്രിയിൽ നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഭയന്നുപോയ ദാരിദ്ര്യം നിന്റെ കൂടെ പറപ്പിനെ പോലെ കൂടെ നടക്കും പൊന്നുപോലെ. അല്ലാഹുവിന്റെ റസൂല് മൂന്നാമതായി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച, നിന്നുകൊണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിച്ച അവന് ദാരിദ്ര്യം പിടിപെടുമെന്ന് അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ടല്ലോ, നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ, അതിനൊരു പരിഗണനയും കാണിക്കാറില്ലല്ലോ. ഓടി നടന്നുകൊണ്ട് മൃഗങ്ങളെ പോലെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച അവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നാലാമതായി പറഞ്ഞു തരികയാണ്, യാ സ്വഹാബാ, പാതിരാത്രിയിൽ വീട് നോക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എത്ര സമയം കിട്ടിയാൽ പാതിരാത്രി കിടക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമക്കളെ വീട് നോക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. പാതിരാത്രിയിൽ വീട് നോക്കല്ലേ. ആരെങ്കിലും രാത്രി കാലങ്ങളിൽ വീട് നോക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദാരിദ്ര്യം അവന് പിടിപെടുകയാണ്. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാ, ദാരിദ്ര്യം ഉണ്ടാകുന്ന 5ാമത്തെ കാര്യമെന്ത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ഭക്ഷണ പാത്രത്തിൽ നിന്ന് അല്പം ഭക്ഷണം താഴെ വീട്, ആ ഭക്ഷണം താഴെ വീണ ഭക്ഷണത്തെ നിസാരമായി കാണുന്നവനുണ്ടല്ലോ, അവന് വേസ്റ്റ് പോലെ കാണുന്നവനുണ്ടല്ലോ, അവന് ദാരിദ്ര്യം പിടിപെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം താഴെ വീഴുമ്പോ അതിന് നൽകേണ്ട, അത് എടുത്തു വെച്ച് കഴിക്കൽ നമുക്ക് കടമയാണ്, സുന്നത്താ. പക്ഷേ വേസ്റ്റ് എന്ന് പറഞ്ഞതിനെ തെള്ളിക്കളയും. നിനക്ക് ദാരിദ്ര്യം പിടിപെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാർ.